നമ്മൾക്ക് സ്കൂൾ ബാഗ് പാക്കിങ് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വേണ്ട സാധനം നമുക്ക് എടുക്കാം. ഫസ്റ്റ് വേണ്ടത് തന്നെ ബുക്സാണ്. നാളെ എനിക്ക് മാത്സും ഇംഗ്ലീഷും ആണ്. അപ്പോൾ റഫ് വേണം. നമുക്ക് എടുക്കാം. ഇത് റഫ്, ഡ്രോയിങ് ബുക്ക്, EVS ടെസ്റ്റ്, മാത്സ് നോട്ട്, മാത്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാതും ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കാം. മാത്സ് ഇവിടെ, EVS ഇവിടെ, ഇംഗ്ലീഷ് ഇവിടെ വയ്ക്കും. ഇനി അടുത്തത് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എടുക്കാം. ഇതെൻ്റെ ബോക്സ്. ഇത് ബോക്സിൽ വെക്കേണ്ട 3 സാധനങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ്. അപ്പം നമുക്ക് നടുക്കി വെച്ചിട്ട് ചെയ്യാം. പിന്നെന്താ, ഇതിപ്പോ വേറെ കാര്യമുണ്ട് പോയതോ ഉണ്ണി. ഇപ്പൊ ഈ കുപ്പിയും കൂടെ തിരിച്ചു കൊടുത്തിട്ട് 20 ഉറുപ്പിക വാങ്ങാൻ ആത്മാഭിമാനമുള്ള ഒരാളും വരില്ല. അപ്പൊ സർക്കാരിന്റെ ലാഭം നമുക്ക് ലാഭം. അതെ, നമുക്ക് ഒരെണ്ണി വാങ്ങണം. എന്താ ഇറങ്ങി ഒരെണ്ണി വേണം. ഉണ്ടാക്കുന്ന കമ്പനി അങ്ങോട്ട് കൊള്ളയടിക്കണം, എന്നിട്ട് ജിക്കർ വെക്കണം. ഹലോ, ആ സാറേ നമസ്കാരം. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഒന്നുമില്ല, തെങ്ങിൻ തൈകൾ അന്വേഷിച്ചിട്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാറിന്റെ കേരഗ്രാമം 10 ദിവസം നടത്തിയിട്ടുള്ള പ്രസവം ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് ഏറ്റു തോന്നുന്നു. ആളുകൾ ഒരുപാട് തെങ്ങിൻ തൈകൾ തിരിച്ചിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സാറേ വേറൊരു കാര്യം, ഈ തെങ്ങിൻ തൈകൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. എന്നാ പിന്നെ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ആളുകൾക്ക് അത് കൊടുത്തു തീർക്കാമല്ലോ. ആയിക്കോട്ടെ സാറേ. ഓക്കെ ഓക്കെ. എന്റെ പൊന്ന് പെണ്ണും പിള്ളയെ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് നിന്റെ അടുത്തൊന്നല്ലേ ഇങ്ങോട്ട് വന്നത്. അതിനിടയ്ക്ക് നിനക്ക് വിളിച്ചിട്ട് അത് വേണം ഇത് വേണം പറയാൻ. മണ്ടു എന്താ വെച്ചാൽ ഇതിന്റെ ടയറ് ഒരു സൂപ്പർ. ഇത് മാറ്റാണ്, സ്പിഡാണ്. എങ്കിൽ പിന്നെ കുറച്ച് ബിഗ് ആയിട്ടുള്ളത് പറ്റി സാധനം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ആൾട്രേഷൻ ചെയ്യാം. ഇതല്ല ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ ആണ്. ചിലതല്ലേ നല്ലത്. ബട്ടർഫ്ലൈ അതൊരു കാര്യം ചെയ്യാം, ഒരു ബട്ടർഫ്ലൈയും കൂടെ വെക്കാം. ഈ ചിലതിന്റെ വായിക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ, ചിലതി കടിച്ചു വെച്ചിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ വെക്കാം. കൊള്ളില്ല, ബട്ടർഫ്ലൈ മതി. ഞാനെന്നെ കണ്ടു ഇതിന്റെ പുറകില് ഒരു തലയോട്ടിയും 2 എല്ലും എങ്ങനെ ഒരു സാധനം കൂടി വെക്കാൻ വേണ്ടി. എന്ന് ഞാൻ ഒരു ഐഡിയ പറയാം. ഫുള്ളൊരു തീം ആയിക്കോട്ടെ. ആ സീറ്റ് മാറ്റിയിട്ട് ഒരു ശവപ്പെട്ടി ഇങ്ങനെ വെക്കാം. അപ്പൊ അതിന്റെ അറ്റത്ത് ഇങ്ങനെ പക്ഷെ ശവപ്പെട്ടി, ഇത് ഞാൻ ശവപ്പെട്ടി കാറിന്റെ സീറ്റാണ് ശവപ്പെട്ടിയാണ്. അയ്യോ, കാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാറിന്റെ പണി കഴിഞ്ഞ് ഇറങ്ങിയ അത് എഞ്ചിൻ പണിയല്ലേ. അത് കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ആ ലൂസിയുടെ വലിയ എന്താണ്ട് റൂഫ് ടോപ്പ് മുകളിലും ഇങ്ങനെ പറിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ബാസ്കറ്റ് കൂടെ വേണം. നമുക്ക് ചാക്കാക്കാം, ചാക്ക് വെക്കാം. 2 ചാക്ക് 2 കഴിഞ്ഞത്.
സൗണ്ട്. ഈ സൗണ്ടാ ഇത് അപ്പുറത്തെ അവിടുത്തെ ചേച്ചിയുടെ വീട്ടിൽ കടുവറുക്കുമ്പോൾ സൗണ്ട്. ഞാൻ നിങ്ങളുടെ റോട്ടിൽ കൂടി വരാൻ നേരത്ത് 2 70 കിഡ്സ് തലയിറങ്ങി വീണു. സൗണ്ട് കേട്ട് പേടിച്ചിട്ടേ. അത് ബിപിയുടെ മെഡിസിൻ എടുക്കാത്തുണ്ടായിരിക്കും. ഇല്ല മണ്ടോ, ഇത് പുതിയ സ്റ്റൈല് ടോണാണത്. എനിക്ക് സെറ്റ് ചെയ്ത് തന്നല്ലേ. എന്താടാ പേര് ഇതൊക്കെ? എന്ത് ചെയ്യും? ഇത് സിനിമാറ്റിക് ഡാൻസിന്റെ തുണി ഓണക്കായിട്ടേക്കുമ്പോ അത് ചെയ്യുന്നത്. തിരക്ക് മോശമൊന്നുമല്ല ഇത്. ആളെ കണ്ടതെന്ന് അറിയാം, പഴയ ജാക്കറ്റ് ഇല്ല കിട്ടിയില്ല. മണ്ടോ, ഞാൻ പൈസ കുറെ ചെലവാക്കിയത്. പൈസ വേസ്റ്റ്. ഇതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ലെന്നാ പറഞ്ഞാ. നീ നോക്കിയപ്പോ ഇതാ എന്റെ വണ്ടി ഞാൻ ആൾട്രേഷൻ ചെയ്യാനായിട്ട് സെറ്റ് ആക്കണുണ്ട്. ഇവിടെ എന്താ അവന്റെ പേര്? സത്യൻ ബായ്, ഒരു ബംഗാളി പണിക്ക് വന്നിട്ടുണ്ട്. നല്ല ഐഡിയ, ആൾട്രേഷൻ ഒരുപാട് ഐഡിയകളാണ്. ഇനിയിപ്പോ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിനക്ക് നമ്മുടെ ഐഡിയ പറയല്ലേ? അല്ല, അവന് ഞാൻ വേറെ അല്ല, സൗണ്ട് മോശമില്ലല്ലോ. നമുക്കിപ്പോ ഇതിപ്പോ ഒരു 100 മീറ്റർ നിൽക്കുമ്പോ കിട്ടണുള്ളൂ. ഇപ്പൊ 1 കിലോമീറ്റർ 100 എന്നാലും സൗണ്ട് കിട്ടണം. നീ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഒരു ആത്മവിശ്വാസം അങ്ങോട്ട് പോയി കാട്ടി. നമ്മൾ കാര്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ 5-8 രൂപ മുടക്കിയതാണ്. എടാ കാര്യമില്ല, ഇപ്പൊ നീ ഈ വാതിലെത്തിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് അതെ അതല്ല. 1 കിലോമീറ്റർ ദൂരത്തിൽ വിമാനമൊക്കെ വരുമ്പോൾ അവിടുന്ന് വരുമ്പോൾ കാര്യം അറിയണ്ടേ? നീ ചെയ്യുന്നത് പറഞ്ഞു തരണ്ട. എന്റെ സൗണ്ട് നിനക്ക് ഞാനൊരു ഐഡിയ പറയാം. ഡീസൽ ഓട്ടോറിക്ഷ അതിന്റെ സാധനം എന്തെങ്കിലും പിടിപ്പിച്ച എഞ്ചിൻ എന്തായാലും പിടിപ്പിക്കാൻ പറ്റും. സ്പീഡ് ബോട്ടില്ലേ, അതിന്റെ പിടിപ്പിക്കാൻ പറ്റും. സ്പീഡ് ബോട്ട് വേണ്ട പണ്ടു. അത് മറ്റേ ജെറാൾഡ് അതാ കൊണ്ടുവരണം. അലമ്പാണത്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്തു. ഇപ്പൊ ആരും ഞാൻ കാണാത്തൊരു സംഭവം, ഓട്ടോറിക്ഷന്റെ സൈലൻസർ അത് പിടിപ്പിച്ചിട്ട് എയർ ഹോണും അതിന്റെ കുറച്ച് കിടുതാപ്പികളൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു സാധനം പിടിക്കാൻ ചിലപ്പോൾ ഞാൻ സാധനം കിട്ടുമോ ഓട്ടോറിക്ഷന്റെ. അപ്പൊ നമുക്കൊരു ശനിയാഴ്ചത്തേക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ ചേച്ചിക്ക്? ഞാൻ പറഞ്ഞോട്ടെ? ഇല്ല, എനിക്ക് വന്നിട്ട് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അല്ല, ഇനി നടക്കട്ടെ. ഇനിയിപ്പൊ ഇനി അതും പറയണ്ട. എത്ര കാലം കാണാൻ നടക്കണം. എനിക്ക് വയ്യ. എല്ലാ ഞായറാഴ്ചയും പോയി കണ്ണി കണ്ടവരുടെ ചായ കുടിച്ച് എനിക്ക് അതിന് ഇത് മതി. നിങ്ങൾ പോയി ഉറപ്പിക്ക്, ബാക്കി നമുക്ക് ആലോചിക്കാം. ഞാന് ഓഫീസിലാണ്. രാത്രി വിളിക്കാം, അളിയമ്പനും വിളിക്കാം കേട്ടോ. ശരി. സാറേ, കഴിഞ്ഞ ദിവസം പോയി കണ്ട സെറ്റായി തോന്നുന്നു അല്ലേ? സാറിന്റെ സെറ്റായി. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മനസ്സിലുള്ളൊരു രൂപമൊന്നുമല്ല. എന്നാലും സംസാരിച്ചു കഴിഞ്ഞപ്പോ കൊള്ളാന്ന് തോന്നി. അപ്പൊ അവര് ചേച്ചി അളിയന്മാരും കൂടി ഒന്ന് ചെന്ന് സംസാരിക്കട്ടെ. ഡേറ്റ് നമുക്ക് ഒരു മെയ് വിട്ടു പോകാതെ അത് അവര് പോയി കണ്ട് സംസാരിച്ചാലേ നമുക്കൊരു ഡേറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പെൻഷൻ കിട്ടണമെങ്കിൽ 10-56 വയസ്സ് കഴിയണം. ഞാൻ 2 പ്രാവശ്യം വാങ്ങിയതാണ്. അവരല്ലേ ഇത്. ഇനി അത് മടക്കി തിന്നണം. അതിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, അവിടെ പോയി ഇരിക്കും. എന്നിട്ട് വിളിച്ചിട്ട് സാറിനെ കാണിക്കണം.